മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ എല്ലാ പത്രങ്ങളിലും NSSന്റെ 101ാം ജന്മവാർഷികത്തിൻ്റെ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള കൊടിയുയർത്തലും ചടങ്ങുകളുമെല്ലാം കാണുകയുണ്ടായി. കുറേ സന്തോഷം തോന്നിയെങ്കിലും വളരെയേറെ ദുഃഖം തോന്നി. NSS എന്ന സംഘടനയുടെ നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ ഞാനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും NSSും SNDPയും പരോക്ഷമായിട്ട് ഞാൻ വളരെയേറെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളാണ്. 101 വർഷങ്ങൾക്ക് മുൻപ് ജന്മം കൊണ്ട ആ NSSന്റെ നേട്ടങ്ങൾ മിക്കവാറും പത്രങ്ങളിൽ 100ാം വാർഷികം 101ാം വാർഷികം ആഘോഷിച്ചു എന്നും 100 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നും അങ്ങനെയെല്ലാമാണ് കാണാറുള്ളത്. പക്ഷേ NSSനൊരു പുതിയ സ്കൂള്, ഒരു പുതിയ കോളേജ്, ഒരു പുതിയ സ്ഥാപനം, ഒരു അതിഥി മന്ദിരം, അങ്ങനെയുള്ള എന്തെങ്കിലും NSS യൂണിറ്റുകൾക്കോ അല്ലെങ്കിൽ കേന്ദ്ര സംഘടനയ്ക്കോ പുതിയതായിട്ടുണ്ടായതായിട്ട് കേട്ടിട്ടില്ല, കേൾക്കാറുമില്ല. വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് NSSന്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും. NSSന്റെ തന്നെ വളരെ അഗാധമായ പ്രവർത്തകൻ, തിരുവനന്തപുരം ജില്ലയിലെ കളക്ടർ കൂടിയായിരുന്നു അദ്ദേഹം തന്നെ പറയേണ്ടായി, NSSന്റെ സ്ഥാപനങ്ങളിലേക്ക് കയറിയ തൊഴുത്തു മാതിരിയുണ്ട് എന്ന്. ഇത് ഞാൻ യൂട്യൂബിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ NSS യൂണിറ്റുകൾക്കും ഒരുപക്ഷെ അവരവരുടേതായിട്ടുള്ള ഓഫീസ് മന്ദിരങ്ങൾ ഉണ്ടാവാം, കരയോഗ മന്ദിരങ്ങൾ ഉണ്ടാവാം, അതിലവർ ഒത്തുചേരുന്നുണ്ടാവാം. അതല്ലാതെ മറ്റൊന്നും NSSന് പുതിയതായിട്ട് ഉണ്ടായതായിട്ട് ഞാൻ കേരളത്തിലെമ്പാടും യാത്ര ചെയ്യുമ്പോൾ കാണാറില്ല. അങ്ങനെ ഒന്നും ഉണ്ടായതായിട്ട് ആരും പറഞ്ഞത് കേട്ടിട്ടുമില്ല. ഒരു ജനറൽ സെക്രട്ടറിയും അദ്ദേഹം ഈ ഒരു സ്ഥാപനത്തെ ഇങ്ങനെ ഒപ്പിട്ട കസേരയിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഉമ്മൻചാണ്ടിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ആ NSSനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ കൊണ്ടുവരുന്ന രീതിയിൽ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുക, എന്നിട്ട് സാമ്പത്തിക സംവരണത്തിന് വേണ്ടി വാദിക്കുക. ആ സാമ്പത്തിക സംവരണം എന്നുള്ളത് NSSനകത്ത് പോലും നടപ്പാക്കിയിട്ടില്ല. NSSലെ പാവപ്പെട്ടവരിലോ ഒരാൾക്ക് പോലും NSSലെ സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ ഏതെങ്കിലും സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അഡ്മിഷനോ ജോലിയോ കൊടുത്തതായിട്ട് കേട്ടിട്ടില്ല. സാമ്പത്തിക സംവരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് പത്രങ്ങളിൽ നിറഞ്ഞിരിക്കാൻ മാത്രമാണ് NSS സെക്രട്ടറി G. സുകുമാരൻ നായർ ശ്രമിക്കുന്നത്. മുന്നോക്ക സമുദായ സംവരണ സമിതി എന്ന് പറഞ്ഞൊരു സമിതിയുണ്ട്. അതിൽ കേരളത്തില് എല്ലാവരുടെ മനസ്സിലും വെറുപ്പ് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ബാലകൃഷ്ണപിള്ള എന്നൊരു മനുഷ്യനാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് 13 ലക്ഷം രൂപയുടെ കാറും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള യാത്രാപ്പടിയും അല്ലാതെ തൻ്റെ മകനെ മന്ത്രിയാക്കണം എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് ആക്രോശിക്കുന്ന ചില പ്രസ്താവനകളുമല്ലാതെ ആ മനുഷ്യന് വേറെ യാതൊന്നുമില്ല. അയാളെ ഒതുക്കി ഇരുത്താൻ വേണ്ടി മാത്രമാണ് ഉമ്മൻചാണ്ടി ഒരൊറ്റ പൈസയും കൊടുക്കാതെ അങ്ങനെ ഒരു സ്ഥാനത്ത് അയാളെ ഇരുത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിനെ ഇരുത്തിയിരിക്കുന്നത്. അതേപോലെ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനത്തിന് അവധി കൊടുത്തു എന്ന് പറഞ്ഞോടുകൂടി
നായന്മാർക്കെല്ലാം സന്തോഷമായി. ഒരു വ്യക്തിയുടെ ജന്മദിനത്തിന് അവധി കൊടുക്കലാണോ ഇന്നത്തെ ലോകത്തിന് ആവശ്യം, അല്ല അവധികളെല്ലാം പ്രവൃത്തി ദിവസമാക്കലാണോ ഇന്നത്തെ ലോകത്തിന് ആവശ്യം? നായന്മാരെ ഒതുക്കിയിരുത്താൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നവരാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ. ഓരോ ക്രിസ്ത്യാനിക്കും അറിയാം നായരെ എങ്ങനെ ഒതുക്കിയിരിക്കണമെന്ന്. അത് തന്നെയാണ് ജി സുകുമാരൻ നായർ എന്ന മഹാനുഭാവനെ ഉമ്മൻചാണ്ടിയും കെ എം മാണിയും ഒതുക്കിയിരുത്തുന്നത്. 5 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ എടുക്കാറാവുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒന്ന് നക്കാപ്പിച്ച ഇട്ടുകൊടുത്താൽ പിന്നെ നായന്മാരൊന്നും മിണ്ടുകയില്ല. സമദൂര സിദ്ധാന്തത്തിൽ ജി സുകുമാരൻ നായർ എന്ന മഹാപ്രതിഭ കസേരയിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. ഇടക്കാലത്ത് ഹിന്ദുധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം സർക്കുലർ ഇറക്കി. അത് എവിടം വരെ ആയി എന്ന് അന്വേഷിക്കാൻ പോലും മനസ്സില്ലാത്ത വിധത്തിൽ NSSന്റെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ കരാട്ടെ ക്ലാസ്സാണ് ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നതിന്റെ പേരിൽ നടക്കുന്നത്. ഹിന്ദുധർമ്മം പഠിക്കുകയോ ഒന്നും ചെയ്യാതെ അത് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ടെന്ന് പറയുക, ഇടയ്ക്കിടയ്ക്ക് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് സമാന ചിന്താഗതിക്കാരുമായിട്ടുള്ളവരുമായി ചർച്ച ചെയ്യുന്ന പറയാം. അദ്ദേഹം മിനിഞ്ഞാന്ന് പറഞ്ഞത് അങ്ങനെയാണ്. NSSന്റെ ഓരോ സ്ഥാപനവും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും യുക്തിവാദികളുടെയും കൂത്തരങ്ങാണ്. NSSന്റെ ഒരു സ്ഥാപനത്തിലും കേന്ദ്ര സമിതിക്ക് ഒരു സ്വാധീനവുമില്ലെന്ന് മാത്രമല്ല, ഇവരെ ആരെയും അതിനകത്തേക്ക് കയറ്റുക പോലും ചെയ്യില്ല. കൊട്ടിയത്തെ NSS കോളേജിലും ഒറ്റപ്പാലത്തെ NSS കോളേജിലും എല്ലാം ക്രിസ്തുമസും ബക്രീദും റംസാനും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. ഹിന്ദുക്കളുടെ ശ്രീകൃഷ്ണന്റെ ജന്മദിനമോ അല്ലെങ്കിൽ ശ്രീരാമനവമിയോ ഒന്നും ആഘോഷിക്കാറില്ല. കാരണം അതെല്ലാം AKG സെന്റർ മാതിരിയാണ്. ആ സ്ഥാപനങ്ങളിൽ പല സ്ഥലത്തും പ്രഭാഷണത്തിന് പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, പുറത്തുനിന്ന് നോക്കിയാൽ വളരെ നല്ല സ്ഥാപനങ്ങളും കെട്ടിടങ്ങളുമാണ്. അകത്തേക്ക് കയറുമ്പോൾ അറിയാം, പണ്ടത്തെ കാലത്ത് റോട്ടിലൂടെ മേഞ്ഞു നടക്കുന്ന പശുക്കളെ കെട്ടാനുള്ള പൗണ്ട് എന്നൊരു സ്ഥലം പഞ്ചായത്തിന്റെ കീഴിലുണ്ട്. അതുപോലെയാണ് NSSലെ ഏതാനും സ്ഥാപനങ്ങളെല്ലാം. കുറെ ധാർഷ്ട്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന കുറെ വയസ്സരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. യുവാക്കൾ എന്ന് പറയുന്ന ഒരു സംഭവം NSSന്റെ കൂട്ടത്തിലുണ്ടോ എന്നുള്ളത് കണ്ടാൽ പോലും തിരിച്ചറിയാൻ സാധിക്കില്ല. SNDPയുടെ വളർച്ച നോക്കുക. ഇന്നലെ കൊല്ലത്ത് റോട്ടറി ക്ലബിന്റെ ഒരു പ്രഭാഷണത്തിന് ഞാൻ പോയിരുന്നു, രാത്രി 8 തൊട്ട് 9 മണി വരെ. ആ റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ്, കൊല്ലം വെസ്റ്റ് എൻഡ് റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് പറയുകയുണ്ടായി, സാറേ ഞാനിവിടുത്തെ SNDPയുടെ ഈ ലോക്കൽ ശാഖയുടെ പ്രസിഡന്റ് കൂടിയാണ്. അടുത്ത വർഷം പുതിയതായിട്ട് തിരഞ്ഞെടുക്കുന്നത് വരെ ഞാനായിരിക്കും. 1-2 വർഷമായിട്ട് ഞാനാണ്. വളരെ സന്തോഷമുണ്ട് സാറേ. ഞങ്ങളുടെ കീഴിൽ 4 സ്കൂളുകളുണ്ട്, പിന്നെ ഒരു നഴ്സറി സ്കൂളുണ്ട്, ഒരു അനാഥാലയമുണ്ട്. നമ്മൾ വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സാറേ. സാർ ഒരു ദിവസം വരണം ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. ഒരു ചെറിയ SNDP യൂണിറ്റിന്റെ കീഴിൽ 4 സ്കൂളും നഴ്സറി സ്കൂളും അനാഥാലയവും ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് NSSന്റെ ജി സുകുമാരൻ നായർക്കോ കൂട്ടത്തിലുള്ളവർക്കോ പറയാൻ സാധിക്കുമോ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചില സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചതൊന്നും ഈ മനുഷ്യനല്ല, ഇദ്ദേഹത്തിന്റെ പൂർവികനുമല്ല. 2 പേരും വയലിൽ വെക്കുന്ന നോക്കുകുത്തികളെ പോലെ വെറുതെ ഇരുന്ന് ഒപ്പിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞ പത്രത്തിലെ ഫ്രണ്ട് പേജിൽ വരാൻ വേണ്ടി ശ്രമിക്കുന്നതല്ലാതെ ഈ നായർ പ്രമാണിമാരികളുടെ നേതാവ് എന്ന് പറയുന്ന ജി സുകുമാരൻ നായർ സമദൂര സിദ്ധാന്തവും ശരിദൂര സിദ്ധാന്തവും ചില മണ്ണാങ്കട്ട ചവനപ്രാശം മാതിരിയുള്ള ലേഖ്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ആ സംഘടനയ്ക്ക് എത്രയധികം കോളേജുകളാണ് ഈ അടുത്ത കാലത്ത് കേരള ഗവൺമെന്റ് കൊടുത്തത്. എഞ്ചിനീയറിംഗ് കോളേജ് കൊടുത്തു, മെഡിക്കൽ കോളേജ് കൊടുത്തു, MBA പ്രൊഫഷണൽ കോളേജ് കൊടുത്തു, സ്കൂളുകൾ കൊടുത്തു. ആപ്ലിക്കേഷൻ കൊടുത്തവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. NSSന് എത്ര കിട്ടി? അതിന് ജി സുകുമാരൻ നായരെ പോലെ ഒരു പ്രയോജനവും ഇല്ലാത്തൊരു സെക്രട്ടറിക്ക് പറയാനുള്ളത്, ഉള്ളത് തന്നെ നടത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റണില്ല, പിന്നെയാണോ പുതിയത്? എന്തിനാ കസേരയിലിരിക്കുന്നു? ഇറങ്ങിപ്പോയിക്കൂടെ? മറ്റുള്ളവന് ശാപമായിക്കൊണ്ട്, ഭാരമായിക്കൊണ്ട്, ദുഃഖമായിക്കൊണ്ട് ഒരു കർമ്മവും ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് പതാക ഉയർത്തലും കുറെ NSSന്റെ ആൾക്കാരെ ഇരുത്തിയിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കലും നല്ല രീതിയിൽ സദ്യ ഊണ് കഴിച്ച് പോവുകയും ചെയ്യുന്നതല്ലാതെ കുറെ സ്ഥാപനങ്ങളും കുറെ വിദ്യാലയങ്ങളും കുറേയധികം സ്ഥാപനങ്ങളും വരുത്താൻ ഏറ്റവും പറ്റിയ ഒരു അന്തരീക്ഷമുള്ള കേരളത്തില് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരുടെ മിനിമം കണ്ടീഷൻ ശരിയാവുന്നുണ്ടെങ്കിൽ
അവർക്കെല്ലാവർക്കും സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഒരു കേരളത്തില് NSS മാത്രം എന്തെങ്കിലും സ്ഥാപനങ്ങളോ സംഘടനകളോ ഉണ്ടാക്കിയതായിട്ട് കേട്ടിട്ടില്ല. ഉള്ളതിനെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാനും പറ്റാത്ത ഒരു സംഘടനയ്ക്ക് 101 വയസ്സായാൽ എന്താണ്, 1001 വയസ്സായാൽ എന്താണ്? ഇടയ്ക്കിടയ്ക്ക് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാൻ രാഷ്ട്രീയക്കാരെ പോലെ വെകിളി കൂട്ടുന്ന, വെമ്പൽ കൊള്ളുന്ന ഒരു സെക്രട്ടറിയുടെ മനസ്സ് മാറിയില്ലെങ്കിൽ കൂട്ടത്തിലുള്ളവരുടെ മനസ്സെങ്കിലും മാറിയിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിക്കണം. നെറ്റിയിൽ കുങ്കുമം തൊട്ട് ചന്ദനം തൊട്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ ധാർഷ്ട്യത്തോടുകൂടി എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർത്ത് ഈ നമ്പൂതിരിമോൾക്ക് നായാടി വരെ ഒറ്റ കുടിക്കീഴിൽ വരണമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നതിനിടയ്ക്ക് ഞാൻ ബാത്റൂമിലേക്ക് പോയി, മൂത്രമൊഴിക്കാൻ പോയി, ഞാൻ ഉറങ്ങിപ്പോയി, കുടി കഴിക്കാൻ പോയി, സുധീരൻ വന്നപ്പോ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ബാത്റൂമിലായിരുന്നു എന്നൊക്കെ പറയാൻ പാകത്തിന് ഒരു നിലവാരം വെച്ച് പുലർത്തുന്ന വ്യക്തിയെ മാറ്റാൻ NSSലെ പ്രവർത്തകർക്ക് സാധിക്കില്ലേ? നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചൂടെ? ഇനി മാത്രമല്ല, ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പെർമിഷന് വേണ്ടി കാത്തിരിക്കുന്നത് എന്തിനാ? NSSന്റെ കരയോഗങ്ങൾക്ക് നല്ല രീതിയിൽ സ്കൂളുകൾ നടത്തിക്കൂടെ? ഒരു തരത്തില് നായേഴ്സ് മാത്രം 1-2 മറ്റുള്ളവരുള്ള ഒരു വലിയ അമ്പലമാണ് പാറമേക്കാവ് ക്ഷേത്രവും തിരുവമ്പാടി ക്ഷേത്രവും തൃശ്ശൂരില്. എത്ര സ്ഥാപനങ്ങളാ അവരുടെ കീഴിലുള്ളത് നോക്കാം. നല്ല അടിപൊളി സ്കൂളുണ്ട്, ഒരു വലിയ പാരലൽ കോളേജ് ഉണ്ട്, ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് നായന്മാരടങ്ങുന്ന ഒരു വിഭാഗം വളർത്തി ഉയർത്തി കൊണ്ടുവന്ന ആ സ്ഥാപനങ്ങളുടെ ഒരു കണക്ക് ഒരിക്കൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കരയോഗവും വളരണം. അത് പെരുന്നയിലെ കേന്ദ്ര ആസ്ഥാനം മാതിരി ആവരുത്. ഇടയ്ക്കിടയ്ക്ക് മന്നൻ സമാധിയിൽ കൊണ്ടുപോയിട്ട് പുഷ്പാർച്ചന നടത്തലും, ഏതെങ്കിലും മന്ത്രി ആ വഴി കൂടെ പോകുമ്പോൾ പുഷ്പാർച്ചന നടത്തുമ്പോൾ നിന്ന് ഫോട്ടോ എടുക്കാനും മാത്രം മുമ്പോട്ട് വരുന്ന G. സുകുമാരൻ നായരെ പോലെയുള്ളവരെ പോലെ ആവരുത് ഓരോ കരയോഗത്തിലെയും പ്രസിഡന്റ്, സെക്രട്ടറി. അവര് വളരണം. എങ്ങനെയാണോ SNDP മൈക്രോ ഫിനാൻസ് തുടങ്ങിയത്, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് മൈക്രോ ഫിനാൻസ് തുടങ്ങാൻ NSSകാർ തുടങ്ങി. എവിടം വരെ എത്തി എന്നുള്ളത് നോക്കണം. SNDPക്കാര് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുവിൻ എന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്തത്? NSSന്റെ നേതൃത്വത്തിലുള്ളവര് അവനവൻ ചെയ്യയില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയില്ല. ഗവൺമെന്റ് അനുവദിച്ചു തന്ന സ്ഥാപനം പോലും മറ്റുള്ളവർക്ക് മറിച്ചു വിറ്റു എന്നാണ് കേൾക്കുന്നത്. സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു 101 വർഷം തികയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിനും സ്ഥാപനങ്ങൾക്കും അതിൻ്റെ പൂർവികരുണ്ടാക്കിയ സ്ഥാപനങ്ങളല്ലാതെ പുതിയതായിട്ടൊന്നും ഇല്ലെന്ന് മാത്രമല്ല, ആ പൂർവികരുണ്ടാക്കിയ സ്ഥാപനങ്ങൾ പോലും നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ പറ്റാത്ത കുറെ മാർക്സിസം വളർത്തുന്ന കേന്ദ്രവും സ്ഥാപനങ്ങളും ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്ന ആ സ്ഥാപനങ്ങളെ ഇനിയെങ്കിലും നല്ലവര് മുമ്പോട്ട് വന്ന് എണ്ണത്തിലും വണ്ണത്തിലും താഴ്ചയിലും നല്ല രീതിയിൽ വളർത്താനും ഉയർത്താനും സാധിക്കണം. കൂടെ ഉള്ളവര് നല്ലത് ചെയ്തില്ലെങ്കിലും ഒറ്റയ്ക്കും മറ്റുള്ളവരുമായി ചേർന്ന് ധാരാളം കാര്യങ്ങൾ, നന്മകൾ ചെയ്യാൻ സാധിക്കണം. ഇന്ന് കേരള ഗവൺമെന്റിന്റെ കീഴില് വിദ്യാലയങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ള ഒരപേക്ഷയും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ആരെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പെർമിഷൻ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സ്ഥാപനങ്ങൾ തുടങ്ങാനും നല്ല വ്യക്തികളെ അതിൻ്റെ തലപ്പത്തിരുത്താനും ധാർഷ്ട്യത്തോടുകൂടിയും ജാടയോടുകൂടിയും നടക്കുന്നവരെയൊക്കെ മാറ്റി നിർത്താനും SNDPയെ പോലെ തന്നെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, SNDPയെ പോലെ തന്നെ ചങ്കൂറ്റത്തോടുകൂടി പ്രവർത്തിക്കാനും ധാരാളം ശാഖോപശാഖകളായിട്ട് വളരാനും NSSലെ കരയോഗങ്ങൾക്ക് സാധിക്കട്ടെ. കേന്ദ്ര നേതൃത്വം ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാറ്റം വരുത്താൻ സാധിക്കില്ല. കരയോഗങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹിന്ദു സമൂഹത്തിന്റെ 2 നെടും തൂണുകളാണ് SNDPയും NSSും. ആ SNDPയെ ഹിന്ദു ധർമ്മത്തിന്റെ തന്നെ പ്രതിനിധികളായിട്ട് ഹൈന്ദവ ജനതയുടെ അഭിമാനമായിട്ട് വളർത്താൻ കുറേയൊക്കെ വെള്ളാപ്പള്ളി നടേശന് സാധിച്ചിട്ടുണ്ടെങ്കിൽ
ഹിന്ദുക്കളാണോ അല്ലയോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ ശിഖണ്ഡിയുടെ ജന്മമാണ് എന്ന് തോന്നിക്കുമാറ് സമദൂരം ശരിദൂരം എന്നീ ഭ്രാന്തമായ ചില വാക്കുകൾ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാരെയും MLA-മാരെയും നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തി പുഷ്പാർച്ചന നടത്തിക്കുന്ന ഒരവസ്ഥ. ഏതോ മഹാഭാഗ്യത്തിന് നമ്മുടെ ഗവർണർ അവിടേക്ക് പോയിട്ടില്ല. അവിടെ പുഷ്പാർച്ചന നടത്താൻ തന്നെയാണ് ഒരു ഷോ ആയിട്ട് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് നിന്നു കൊടുക്കുന്നത്. ഇതിൽ നിന്നെല്ലാം മാറേണ്ട ഒരു കാലഘട്ടമായില്ലേ? സംഘടന വളർത്തി, സ്ഥാപനങ്ങൾ വളർത്തി കുറേയധികം മുമ്പോട്ട് പോയി ഹൈന്ദവ ജനതയുടെ ഉജ്ജ്വലമായിട്ടുള്ള പ്രതീകമായിട്ട് NSS വളരണം. ഒരു കാര്യം ഉറപ്പാണ്, NSSന്റെ കീഴിൽ അനവധി ക്ഷേത്രങ്ങളുണ്ട്. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ അർത്ഥം NSS പ്രവർത്തകർക്കും കരയോഗങ്ങൾക്കും സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ NSS മുമ്പിൽ പോകണം. പ്രവർത്തിക്കുന്നവരെ കൂട്ടത്തിൽ കൊണ്ടുപോയി പ്രവർത്തിക്കണം. പ്രവർത്തിക്കാത്തത് ജനറൽ സെക്രട്ടറി ആണെങ്കിലും അദ്ദേഹത്തിനെയും മാറ്റി നിർത്തി ആ കസേരയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇരിക്കട്ടെ. ബാക്കിയുള്ളവർ പ്രവർത്തിക്കണം. ബഡ്ജറ്റ് അവതരിപ്പിക്കലും അന്നസമാധിയിൽ പുഷ്പാർച്ചന നടത്തലും മാത്രമല്ല NSSന്റെ ജോലി എന്ന് വളരെ വ്യക്തമായിട്ട് ഓരോ കരയോഗ അംഗവും നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു അവസരം കൂടിയാവട്ടെ ഈ NSSന്റെ 101ാം ജന്മദിനം എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രണമിക്കുന്നു. നമസ്കാരം.